നമ്മൾ രാവിലെ ഉറക്കണീച്ചു ഫ്രഷായി. ഇന്നത്തെ ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ബട്ടർ പിയർ. ഇന്നലെ നമുക്ക് കുടിക്കാൻ പറ്റിയില്ലായിരുന്നു, പക്ഷെ ഇന്ന് നമ്മൾ കുടിക്കും. എന്തായാലും എല്ലാ എക്സ്പീരിയൻസ് ആണല്ലോ, നമുക്ക് പോയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വരാം. So here's a tornado pot. It's the Everfloat cup like this. Cream on top like so. With our magical butterscotch sauce on top to bind it all together. Magical wand, and there you go. Yeah guys, ഭയങ്കര സ്വീറ്റ്, ഭയങ്കര സ്വീറ്റാണ്. നിങ്ങൾ വാങ്ങിച്ചത് ഫുള്ള് കുടിക്കണം, കുടിക്കാൻ പറ്റാത്തവരിത് വായിക്കല്ലേ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സ്വീറ്റ് ആയിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് പക്ഷെ ഇത്ര സ്വീറ്റ് ഇഷ്ടമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആക്ച്വലി ഈ ബിയർ അത്ര ആൽക്കഹോളിക് അല്ല, ജസ്റ്റ് നോർമൽ സ്വീറ്റ് ഡ്രിങ്ക് പോലെയാണ്. ആരെങ്കിലും ഇത് കുടിക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആക്കുമെങ്കിൽ മാത്രം വാങ്ങിക്കാം. നമ്മൾ വീണ്ടും എൻ്റെ ഫേവറേറ്റ് സാധനം ആപ്പിൾ പ്ലസ് ബ്രെഡ് ക്രംബിൾ വാങ്ങിക്കാൻ പോവാണ്. എനിക്കറിയില്ല അത് എത്ര കഴിച്ചാലും ഞാൻ മടുക്കൂല. നമുക്ക് ഭയങ്കര ഭാഗ്യമാണ്, അതുകൊണ്ട് ആ കട അടച്ചിട്ടേക്കാന്നാലും സാരല്ല. 12 മണിയാകുമ്പോൾ തുറക്കുന്ന വേറൊരു കടയുണ്ട്, അവിടെ പോകാം. ഞാൻ ഇന്നലെ ഇരുന്നിട്ട് ഈ സ്ഥലത്ത് എന്തൊക്കെ കാണണമെന്നല്ല ഞാൻ സെർച്ച് ചെയ്തത്, ആപ്പിൾ ക്രംബിൾ എവിടെ കിട്ടും അല്ലെങ്കിൽ ബെറി ക്രംബിൾ എവിടെ കിട്ടുമെന്നാണ് ഞാൻ സെർച്ച് ചെയ്തത്. ഒന്നാമത്തത് പാളി, രണ്ടാമത്തതും പാളി, ഇനി മൂന്നാമത്തത് ക്ലിഫോർഡ് സ്റ്റവർ. ഈ കാസ്റ്റിലില്ലേ, ഈ യോർക്ക് സിറ്റിയിൽ തന്നെ ഏറ്റവും ഓൾഡായിട്ടുള്ളൊരു ടവറാണ്. ഇവിടെ ഈ ടവറിലെ പണ്ട് 11th സെഞ്ച്വറിയിൽ അവർ പണിതതാണ്. പിന്നെ അതിപ്പോൾ ഒരു സ്റ്റോൺ സ്ട്രക്ചറായിട്ട് മാറി. ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും ഈ ഫുൾ യോർക്ക് സിറ്റിയുടെ തന്നെ. നമ്മളിപ്പോൾ നാഷണൽ റെയിൽവേ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണ്. ആക്ച്വലി ഇതിൻ്റെ സർപ്രൈസിങ് പാർട്ട് എന്താണെന്നറിയോ? 20 വർഷം പഴക്കമുള്ള ട്രെയിനുകൾ നമുക്കിവിടെ കാണാൻ പറ്റും, അതും ഫ്രീ ആയിട്ട്. 1 രൂപ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് മൊത്തം കാണിച്ചു തരാം. വർഷം പഴക്കമുള്ള ട്രെയിനുകളുടെ മുമ്പിലാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനി ഞാൻ വേറൊരു സൂപ്പർ സാധനം കാണിച്ചു തരട്ടെ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മാഗ്ലവ് റെയിൽവേ മോഡൽ എന്ന് പറയും ട്രെയിനാണ്. ഇതിന് വീൽസ് ഇല്ല, അതിന് പകരം മാഗ്നറ്റിൻ്റെ പവർ കൊണ്ടാണ് ഇത് പോകുന്നത്. ഇത് ട്രാക്കിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിന്നാണ് ഇത് പോകുന്നത്, അതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടാവില്ല, ഭയങ്കര സ്പീഡായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ജപ്പാനാണ് ഇത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തത്. അതിനുശേഷം ഇവരെ ഏറ്റുപിടിച്ചാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. എന്താണെങ്കിലും ഈ സംഭവം ഇവിടെ ഉണ്ടല്ലോ. എടാ വേറൊരു സംഭവം, ഇതാണ് ഈ ട്രെയിൻ. ഇതേന്നറിയോ? ചെറിയ ട്രെയിനാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഫസ്റ്റ് ക്ലാസ്, ഇപ്പോഴത്തെ ഫസ്റ്റ് ക്ലാസ് ട്രെയിനാണ്. പണ്ട് കാലത്ത് ഇതിനകത്ത് കംഫർട്ടബിൾ ആയിട്ടുള്ള കാർപ്പറ്റ്സ്, അതിൻ്റെ റോയൽ സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ സ്റ്റാഫ്സിന് വരെ പ്രത്യേകിച്ച് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അടിപൊളി. നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതിൻ്റെ ഉള്ളിനകത്ത് കയറാൻ പറ്റൂല, ബട്ട് നമുക്ക് സ്റ്റെപ്പ് കയറി നിന്നിട്ട് ആ ജനലിൽ കൂടെ നോക്കാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ലാമ്പും അതിൻ്റെ ഉള്ളിലെ ചെയർസും ലാമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ്. ശരിക്കും റോയൽ സെറ്റപ്പ് കിട്ടോ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഗ്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ ഔട്ട്സൈഡിലുള്ള റിഫ്ലക്ഷൻ അടിക്കുക. മസ്റ്റ് വിസിറ്റ്. സോ വി സക്സസ്ഫുള്ളി കവേർഡ് നാഷണൽ റെയിൽവേ മ്യൂസിയം. വിശക്കുന്നു. Thank you. Thank you. 3 hidden arithmetic codes. സക്സസ്ഫുള്ളി 2 ദിവസത്തെ സോളോ ട്രിപ്പ് ഞാൻ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ കൂട്ടി പോവാം.